ഹായ്, കൗശീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഓരോ പണികളും കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വരികയാണ്. രാവിലത്തതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സാവധാനം എൻ്റെതായ പണികളിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഞാൻ ചോറിന് വെള്ളം വെച്ചു. ഇന്നിപ്പം കൗശിക്ക് നേരത്തെ പോവണം. ഇന്നിപ്പോൾ സ്കൂളില്ല സാധാരണ, പക്ഷെ അവർക്ക് ശാസ്ത്രമേളയായിട്ട് സ്കൂളിൽ ഓരോ വർക്കുകളും ഇതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് പറഞ്ഞ് ടീച്ചർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 12:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ടിട്ട് പോവാലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ചോറും കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ അവന് ചിക്കനും ഒക്കെയാണ് അവൻ്റെ ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ മീനും ചിക്കനും ഒക്കെ കറി വയ്ക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യാനുള്ള ഇങ്ങനെ ഓരോ പരിപാടികൾ അതിൽ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ പണികളായിട്ട് അങ്ങനെ കഴിയുന്നുണ്ട് എൻ്റെത്. തുണി തോരിയിടലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കും. ഓരോന്ന് ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഞാൻ ഓവനിലാണ് വെക്കാറ്. ഓവനിലാവുമ്പോൾ അധികം എണ്ണയൊന്നും വേണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൽ വെക്കും. അവർക്കും അത് ഇഷ്ടമാണ്. ആയിക്കൂടെ എല്ലാ മീനും കറി വെച്ചു. അയിലയായിരുന്നു, അയില കറി വെച്ചു, അയില വറുത്തു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തു. ഇതാണ് പിന്നെ ഏട്ടൻ്റെ ചെറിയ ആളാണ്. അപ്പുറത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും, അവിടുന്ന് കറി വെച്ച് അങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് നേരത്തെ ചോറുണ്ണാനൊക്കെ ഇരുന്നു. എന്താ വെച്ചാൽ കൗശി കഴിച്ച് അവൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നാളേക്കുള്ള അരി വെള്ളത്തിലിട്ടു. ഇഡ്ഡലിക്ക് ഉണ്ടാക്കാം, ഇഡ്ഡലിയോ ദോശയോ എന്താ വെച്ചാൽ ചെയ്യാൻ വിചാരിച്ചു. അതിന് പിന്നെ ഈവനിങ് ആയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം അവർക്ക്. ഞാൻ പിന്നെ അരി വറുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതും നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് തേങ്ങയും ശർക്കരയൊക്കെ കൂട്ടിയിട്ട് അരി ഉണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്, കഴിച്ചോളൂ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോവും. മനുവിനാണ് കൂടുതൽ, അവനിഷ്ടമാണ് ഞാനിതിങ്ങനെ ആക്കണേൻ്റെ ഇടയിൽ കൂടെ വന്ന് അവൻ അങ്ങനെ കഴിച്ചിട്ട്, അത് അവൻ്റെ ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യണേൻ്റെ ഇടയിൽ വന്ന് അങ്ങനെ കഴിച്ചു പോകും. പിന്നെ അവൻ എല്ലാം പണിയും ചെയ്തു തരും, എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും. പിന്നെ അരി വെള്ളത്തിലിട്ടിരുന്നല്ലോ അരയ്ക്കാൻ, അതിൻ്റെ അരച്ചു വെച്ചു. രാത്രി ആകുമ്പോൾ പിന്നെ എന്തായാലും വേറെ പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കണം. എനിക്ക് രാവിലെ ആകുമ്പോഴേക്കും മാവെല്ലാം പുറത്തേക്ക് തൂവിപ്പോവും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.